How to write progress or recovery in OET letter. OET ലെറ്ററിൽ എങ്ങനെയാണ് ഒരു പേഷ്യന്റിന്റെ പ്രോഗ്രസ് അല്ലെങ്കിൽ റിക്കവറി എഴുതേണ്ടത് എന്നാണ്. When you are writing to a doctor or to a nurse, you have to clearly mention the current condition of the patient, especially when we are discharging. We have to mention whether the patient has made a good progress or not. ഡോക്ടേഴ്സ് നമ്മൾ ലെറ്റർ എഴുതുവാണ്. നമുക്ക് രണ്ട് മൂന്ന് വിസിറ്റുകളുണ്ട്. ഫോർ എക്സാമ്പിൾ, when the patient came to hospital last week, he complained of a week-long history of diarrhea. ഇപ്പൊ നമ്മൾ ഇന്നത്തെ ഗ്രാമർ ക്ലാസ്സിലേക്ക് പോവുകയാണ്. ഇന്നത്തെ ഗ്രാമർ ക്ലാസ്സിൽ നമ്മൾ എക്സ്ക്ലൂസീവ് ആയിട്ട് പഠിക്കുന്നത് ഹൗ ടു റൈറ്റ് പ്രോഗ്രസ് ഓർ റിക്കവറി ഇൻ OET ലെറ്റർ. OET ലെറ്ററിൽ എങ്ങനെയാണ് ഒരു പേഷ്യന്റിന്റെ പ്രോഗ്രസ് അല്ലെങ്കിൽ റിക്കവറി എഴുതേണ്ടത് എന്നാണ്. നിങ്ങൾക്കൊരു ഐഡിയ ഉണ്ടോ? നമ്മളെപ്പോഴും whenever we are discharging a patient from the hospital, we have to clearly mention the condition of the patient. So what can be the condition of the patient? Whether the patient has made a good progress or not yet made a good progress. അത് കൃത്യമായിട്ട് നമ്മൾ മെൻഷൻ ചെയ്യണം. അതെങ്ങനെയാണ് മെൻഷൻ ചെയ്യേണ്ടത് എന്നാണ് നമ്മൾ പഠിക്കുന്നത്. ഒപ്പം മുമ്പ് പേഷ്യന്റ് ഹോസ്പിറ്റലിൽ വന്നപ്പോൾ പേഷ്യന്റെ കണ്ടീഷൻ ഇമ്പ്രൂവ് ആയി അല്ലെങ്കിൽ ഇമ്പ്രൂവ് ആയിട്ടുണ്ടെന്നുണ്ടാകും. അതെങ്ങനെയാണ് എഴുതേണ്ടത്? ഈ രണ്ട് കണ്ടീഷനും ഒപ്പം ടെസ്റ്റ് റിസൾട്ടുകൾ, സർജറി ഒക്കെ OET ലെറ്ററിൽ എങ്ങനെ എഴുതണം, ഇത്രയും കാര്യങ്ങളാണ് നമ്മളത് പഠിക്കാൻ പോകുന്ന ടോപ്പിക്ക്. സോ പേഷ്യന്റിനെ ഡിസ്ചാർജ് ചെയ്യുവാണ്. ഇന്ന് ഡിസ്ചാർജ് ചെയ്യുമ്പോൾ നമ്മൾ കമ്മ്യൂണിറ്റി നഴ്സിന് അല്ലെങ്കിൽ റീഹാബിലിറ്റേഷൻ സെന്ററിൽ, ജെറിയാട്രിക് കെയർ സെന്ററിലേക്ക് അല്ലെങ്കിൽ കെയർ ഹോമിലേക്ക്, ടെമ്പററി കെയറിലേക്ക് അല്ലെങ്കിൽ വേറെ ഡോക്ടറെ അടുത്തേക്ക് നമ്മൾ ലെറ്റർ എഴുതുമ്പോൾ പേഷ്യന്റ് ഇപ്പോഴത്തെ കണ്ടീഷൻ എന്താണെന്ന് നമ്മൾ കൃത്യമായിട്ട് മെൻഷൻ ചെയ്യണം. ഇപ്പൊ കേസ് നോട്ടിൽ തന്നിരിക്കുന്നത് ഇപ്പോൾ പേഷ്യന്റെ കണ്ടീഷൻ ഇംപ്രൂവ് ആയിട്ടുണ്ട് അല്ലെങ്കിൽ പ്രോഗ്രസ് ആയിട്ടുണ്ടെന്നാണ്. എങ്ങനെയാണ് നമ്മൾ അത് എഴുതുന്നത്? പ്രോഗ്രസ് ആയിട്ടുണ്ടെന്ന് മോസ്റ്റ് കേസ് നമ്മൾ കറന്റ്ലി, ഈ രണ്ട് വാക്കുകൾ ഉപയോഗിക്കുന്നത് അല്ലേ? അപ്പൊ ഒരു സംശയം, ഈ ടുഡേ തന്നെയാണോ കറന്റ്ലി? പറയാവോ? ക്യാൻ യു സ്പീക്ക്? ടുഡേ തന്നെയാണോ? കേസ് നോട്ട്സിൽ ടുഡേസ് എന്ന് പറഞ്ഞ ഡേറ്റ് തന്നിട്ടുണ്ടാവും. ഫോർ എക്സാമ്പിൾ 2023 24 8 ജാനുവരി 2023 ആണ്, അല്ലെങ്കിൽ 7 ജാനുവരി 2024 ആണ്. അങ്ങനെയാണ് വരുന്നത്. അപ്പം ടുഡേ എന്ന് പറയുന്നതാണ് കേസ് നോട്ട്സിൽ ടുഡേസ് ഡേറ്റ് തന്നിരിക്കുന്നത്. അതാണ് ടുഡേ, 7 ജാനുവരി 2024. അത് തന്നെ നമുക്ക് കറന്റ്ലി എന്ന് പറഞ്ഞ് എഴുതാൻ പറ്റുമോ? ഇനി കറന്റ്ലി എന്നുള്ളത് ടുഡേ എന്ന് എഴുതാൻ പറ്റുമോ? പറ്റുമോ? ഇല്ലയോ? കറന്റ്ലി എന്ന് എഴുതാം, പക്ഷെ കറന്റ്ലി ടുഡേ എന്ന് എഴുതാൻ പറ്റില്ല. ബോത്ത് ആർ ഡിഫറെന്റ്. ഐ വിൽ ടീച്ച് യു ദാറ്റ് ഇൻ അനദർ ക്ലാസ്. കം ബാക്ക്. നമുക്കിപ്പം പ്രോഗ്രസ് എഴുതാം. അപ്പൊ ഇപ്പോൾ പേഷ്യന്റിന്റെ കണ്ടീഷൻ പ്രോഗ്രസ് ആയിട്ടുണ്ട് എന്നാ പറയുന്നത്. പ്രോഗ്രസ് ആയിട്ടുണ്ട്. അതെങ്ങനെയാണ് നമ്മൾ പറയേണ്ടത്? OET പറയുന്നത് നിങ്ങളോട് അതിനെ പ്രസന്റ് പെർഫെക്റ്റ് ടെൻസിൽ എഴുതാനാണ്. പ്രസന്റ് പെർഫെക്റ്റ് ആക്റ്റീവ് വോയിസ് നമ്മൾ എഴുതേണ്ടത് പ്രസന്റ് പെർഫെക്റ്റ് ടെൻസിലാണ്. ലെറ്റ് മീ മെൻഷൻ ഹിയർ. പ്രസന്റ് പെർഫെക്റ്റ് ടെൻസിലാണ് നമ്മൾ എഴുതേണ്ടത്. അപ്പൊ പേഷ്യന്റെ കണ്ടീഷൻ ഇംപ്രൂവ് ആയിട്ടുണ്ട് എന്നാ പറയേണ്ടത്. അതെങ്ങനെയാ പറയുന്നത്? അത് കംപ്ലീറ്റ് ആയിട്ടില്ല, അതുകൊണ്ടാണ് പ്രസന്റ് പെർഫെക്റ്റ് നമ്മൾ എഴുതുന്നത്. എങ്ങനെയാ പറയേണ്ടത്? അവൻ ആണെങ്കിൽ സബ്ജക്റ്റ് അവനാണെങ്കിൽ ഹി, ലെറ്റ് മീ ഡിസൈഡ്, ഹി ഹാസ് മെയ്ഡ് എ ഗുഡ് റിക്കവറി. ഇങ്ങനെയാണ് നമ്മൾ എഴുതുന്നത്. ഹി ഹാസ് മെയ്ഡ് എ ഗുഡ് റിക്കവറി. ക്ലിയർ ആയോ? ഇനി കേസിനോട് ചിലപ്പോൾ കണ്ടീഷൻ സാറ്റിസ്ഫാക്ടറി റിക്കവറി ഉണ്ട് എന്നായിരിക്കും പറയുന്നത്. അപ്പൊ നമുക്ക് എങ്ങനെ എഴുതാം? അവന്റെ കണ്ടീഷന് സാറ്റിസ്ഫാക്ടറി റിക്കവറി എന്നായിരിക്കും പറഞ്ഞേക്കുന്നത്. അതെങ്ങനെ എഴുതേണ്ടത്? നമ്മൾ എഴുതുന്നത് ഇങ്ങനെയാണ്: ഹിസ് കണ്ടീഷൻ മെയ്ഡ് എ സാറ്റിസ്ഫാക്ടറി റിക്കവറി. അങ്ങനെയാ പറയേണ്ടത്. ഹിസ് കണ്ടീഷൻ ഹാസ് മെയ്ഡ് എ സാറ്റിസ്ഫാക്ടറി റിക്കവറി. ഇതാണ് പറയേണ്ടത്. ഇനി ചില കേസിൽ നമ്മൾ കണ്ടീഷൻ പ്രോഗ്രസ് ആയിട്ടുണ്ടെന്നായിരിക്കും പറയുന്നത്. പ്രോഗ്രസ് ആയിട്ടുണ്ട്, റിക്കവറി അല്ല, പ്രോഗ്രസ് ആയിട്ടുണ്ട്. അതെങ്ങനെയാ പറയേണ്ടത്? എങ്ങനെ എഴുതുന്നത്? ഒന്നെങ്കിൽ നമ്മൾ ആദ്യം ഹി ഹാസ് മെയ്ഡ് എ ഗുഡ് റിക്കവറി, അല്ലെങ്കിൽ ഹിസ് കണ്ടീഷൻ ഹാസ്, കണ്ടീഷൻ ആണ് പ്രോഗ്രസ് ആകുന്നത് കേട്ടോ. ഹി എന്ന് എഴുതരുത്. ഹിസ് കണ്ടീഷൻ ഹാസ് മെയ്ഡ് എ ഗുഡ് പ്രോഗ്രസ്. കണ്ടീഷൻ ഹാസ് മെയ്ഡ് എ ഗുഡ് പ്രോഗ്രസ് എന്നാ എഴുതുന്നത്. PROGRESS. കണ്ടീഷൻ ഹാസ് made a good progress. അല്ലെങ്കിൽ നമുക്ക് എഴുതാം ഹിസ് കണ്ടീഷൻ ഹാസ് പ്രോഗ്രസ്ഡ് എന്നും എഴുതാം. ഹിസ് കണ്ടീഷൻ ഹാസ് പ്രോഗ്രസ്ഡ്. ഞാൻ പറയുന്നത് ക്ലിയർ ആവുന്നുണ്ടോ? നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോ?
ഇനി വേറെ ഏറ്റവും സിമ്പിൾ ആയിട്ട് എഴുതുന്നത് എങ്ങനെയാണ്? ഹി ഹാസ് മെയ്ഡ് എ ഗുഡ് റിക്കവറി, ഹിസ് കണ്ടീഷൻ ഹാസ് മെയ്ഡ് എ സാറ്റിസ്ഫാക്ടറി റിക്കവറി, ഹിസ് കണ്ടീഷൻ ഹാസ് മെയ്ഡ് എ ഗുഡ് പ്രോഗ്രസ്. ഇങ്ങനെയൊക്കെയാണ് നമ്മൾ എഴുതേണ്ടത്. ക്ലിയർ ആവുന്നുണ്ടോ? ഇത് മനസ്സിലായോ? ഇത് റിക്കവറി ആയിട്ടുണ്ടെങ്കിലാണ് നമ്മൾ ഇങ്ങനെ എഴുതേണ്ടത്. പ്രോഗ്രസ് ഉണ്ട് അല്ലെ റിക്കവറി ഉണ്ട്. ഈ പ്രോഗ്രസിന് പകരം നിങ്ങൾക്ക് ഇംപ്രൂവ്മെന്റ് എന്ന വാക്ക് ഉപയോഗിക്കാം കേട്ടോ. ഇംപ്രൂവ്മെന്റ്, ഹിസ് കണ്ടീഷൻ ഹാസ് മെയ്ഡ് എ ഗുഡ് ഇംപ്രൂവ്മെന്റ് അല്ലെ സാറ്റിസ്ഫാക്ടറി ഇംപ്രൂവ്മെന്റ് എന്ന കേസ് നോട്ടിൽ എങ്ങനെയാണോ പറഞ്ഞിരിക്കുന്നത് അത് ഉപയോഗിക്കാം. സാറ്റിസ്ഫാക്ടറി ഇംപ്രൂവ്മെന്റ് തന്നിട്ടുണ്ടെങ്കിൽ ഉപയോഗിക്കാവുള്ളൂ. ചുമ്മാ രസത്തിന് വേണ്ടി എഴുതരുത്. നമുക്ക് നഴ്സസ് യു ആർ നോട്ട് സപ്പോസ് ടു യൂസ് എനി പേഴ്സണൽ അസംഷൻസ് ഓർ ബയാസ് ഓർ പ്രിജുഡൈസ് ഇൻ യുവർ ലെറ്റർ. ഫോർത്ത് മാർക്കിംഗ് ക്രൈറ്റീരിയയുടെ തേർഡ് സബ് ക്രൈറ്റീരിയ പറയുന്നതാണ് പേഴ്സണൽ ഒപ്പീനിയൻസ് ഒന്നും പാടില്ല. ബിക്കോസ് യുവർ ലെറ്റർ ഈസ് എ ഫാക്ച്വൽ ലെറ്റർ. അപ്പൊ ഇംപ്രൂവ്മെന്റ് ഉണ്ടെങ്കിൽ മാത്രമേ ഇംപ്രൂവ്മെന്റ് ഉണ്ട് എന്ന് എഴുതാൻ പാടുള്ളൂ. പ്രോഗ്രസ് ഉണ്ടെങ്കിൽ മാത്രം, അല്ലാതെ രസത്തിന് വേണ്ടി നമ്മൾ ആരും എഴുതി വെക്കരുത്. ക്ലിയർ ആകുന്നുണ്ടോ ഞാൻ പറയുന്നത്? മനസ്സിലാവുന്നുണ്ടോ? ഇനി നമ്മൾ പഠിക്കേണ്ടത് ഇത് ഇംപ്രൂവ് ആയി എന്നാണ്. അങ്ങനെയാണെങ്കിൽ ഇംപ്രൂവ് ആയില്ല എന്നെങ്ങനെയാണ് എഴുതുന്നത്? എങ്ങനെ നമ്മൾ ഇംപ്രൂവ് ആയില്ല എന്ന് പറയുന്നത്? അറിയാമോ? Good recovery. He has not made a satisfactory recovery. ഇത്രയേ ഉള്ളൂ. അങ്ങനെയാണ് അടുത്ത സെന്റൻസ് പറഞ്ഞേ. His condition has not made good progress, not made a satisfactory recovery. അങ്ങനെയാണ് പറയേണ്ടത്. അങ്ങനെ അടുത്ത പറഞ്ഞേ. His condition has made a good progress അല്ലെങ്കിൽ condition made a improvement. എങ്ങനെ എഴുതേണ്ടത്? His condition has not made a good progress. It's not made a satisfactory അല്ലെങ്കിൽ good progress. ഇങ്ങനെയാണ് എഴുതേണ്ടത്. ക്ലിയർ ആയോ? നിങ്ങൾക്ക് മനസ്സിലായോ? ഈ പ്രസന്റ് പെർഫെക്റ്റ് ഉപയോഗിക്കുന്നത് ടുഡേ അല്ലെങ്കിൽ കറന്റ്ലി എന്ന് പറഞ്ഞ് എഴുതുമ്പോഴാണ്. When you are writing to a doctor or to a nurse, you have to clearly mention the current condition of the patient, especially when we are discharging. We have to mention whether the patient has made a good progress or not. അത് പ്രത്യേകിച്ച് ഡോക്ടേഴ്സിന് എഴുതുമ്പോൾ നമ്മൾ എഴുതണം കറണ്ട് പ്രോഗ്രസ്. ടുഡേ ഹിസ് കണ്ടീഷൻ ഹാസ് നോട്ട് മെയ്ഡ് എ സാറ്റിസ്ഫാക്ടറി റിക്കവറി. എന്നിട്ട് എന്തൊക്കെയാണ് ഇപ്പോഴത്തെ പ്രോബ്ലം എന്ന് എഴുതിയിട്ട് വേണം ഡോക്ടേഴ്സിന് നമ്മൾ റെഫർ ചെയ്യുന്നത് അല്ലേ. എന്നെ കമ്മ്യൂണിറ്റി സെന്ററിലേക്ക് വിടുവാണ്. പേഷ്യന്റ് കണ്ടീഷൻ ഇംപ്രൂവ് ആയോ ഇല്ലയോ എന്ന് നമ്മൾ പറയണം. സോ യു ക്യാൻ യൂസ് both positive and negative sentences in present perfect. If the patient has made a good recovery, you can say he has made a good recovery, he has made a good progress, his condition has made a good improvement എന്നൊക്കെ എഴുതാം. അല്ലെങ്കിൽ ഹിസ് കണ്ടീഷൻ ഹാസ് മെയ്ഡ് എ സാറ്റിസ്ഫാക്ടറി റിക്കവറി. ഇല്ല എന്ന നെഗറ്റീവ് സെന്റൻസ് ആണ്. യു ക്യാൻ സേ ഹി ഹാസ് നോട്ട് മെയ്ഡ് എ ഗുഡ് റിക്കവറി, ഹിസ് കണ്ടീഷൻ ഹാസ് നോട്ട് മെയ്ഡ് എ സാറ്റിസ്ഫാക്ടറി റിക്കവറി എന്നൊക്കെയാണ് നിങ്ങൾ എഴുതേണ്ടത്. ഇത്രയും കാര്യം ക്ലിയർ ആയോ? ഇത് എപ്പോഴാണ് നമ്മൾ കേസ് നോട്ട് ലെറ്റർ ഉപയോഗിക്കുന്നത്? ടുഡേ അല്ലെങ്കിൽ കറന്റ്ലി എന്ന് എഴുതാനാണ്. മനസ്സിലാവുന്നുണ്ടോ? ഇനി നമ്മൾ ഒരു 3 വിസിറ്റ് ഉണ്ട്. പേഷ്യന്റ് കെയിം ടു ദ ഹോസ്പിറ്റൽ 3 weeks back. Complaining of some problems and doctor prescribed some medicine. And again last week patient നമ്മുടെ അടുത്ത് വന്നു. അന്ന് ഒരു ഇംപ്രൂവ്മെന്റ് ഉണ്ടായിരുന്നില്ല എന്ന് പറയുന്നത് എങ്ങനെയാണ്? മുമ്പത്തെ കാര്യം, മുമ്പ് പേഷ്യന്റ് ഹോസ്പിറ്റലിൽ വന്ന് ഇംപ്രൂവ്മെന്റ് ഉണ്ടായിരുന്നില്ലെന്ന് പറയുന്നത് എങ്ങനെയാ? അത് നമ്മൾ എഴുതുന്നത് പാസ്റ്റ് പെർഫെക്റ്റ് ടെൻസിലാണ്. പാസ്റ്റ് പെർഫെക്റ്റ് ടെൻസിൽ അതെങ്ങനെ എഴുതേണ്ടത്? സെയിം നമ്മൾ നേരെ തിരിച്ചു എഴുതിയാൽ മതി. ഹി അല്ലെ ഹിസ് കണ്ടീഷൻ had yes exactly condition had improvement made a good recovery എന്നാണ് എഴുതുന്നത്. ഇത് മുമ്പത്തെ കാര്യം എഴുതാനാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. മനസ്സിലാവുന്നുണ്ടോ? അങ്ങനെയാണ് അടുത്ത സെന്റൻസ് പറഞ്ഞ് നമ്മൾ മോൾ എഴുതിയ പോസിറ്റീവ് സെന്റൻസിന്റെ പാസ്റ്റ് പെർഫെക്റ്റ് ആക്കാവോ? ഹിസ് കണ്ടീഷൻ he had not made a satisfactory recovery. Yes. Again, he had not made a good recovery or progress. His condition had not made a good progress or improvement. ഇങ്ങനെയാണ് നിങ്ങൾ പറയേണ്ടത്. ക്ലിയർ ആയോ? Yes sir. Yes. ഇനി നമ്മൾ ചിലര് പറയും ഹിസ് കണ്ടീഷൻ ഇംപ്രൂവ്ഡ്. അങ്ങനെ പറയാൻ പറ്റുമോ പെർഫെക്റ്റ് ആയിട്ട്? അല്ലെ ഹിസ് കണ്ടീഷൻ ഈസ് ഗുഡ് എന്നൊക്കെ പറയാൻ പറ്റും. അങ്ങനെ പറയാൻ പറ്റുമോ? വാട്ട് ഡസ് ഇറ്റ് മീൻ വെൻ വി സേ ഹിസ് കണ്ടീഷൻ ഈസ് ഗുഡ്? എന്താ പറയുന്നത്? Can we use such a word in healthcare setting that his condition is good? We can use if the patient is perfectly all right. If the patient is recovering, recover ആയിക്കൊണ്ടിരിക്കുന്നത് കംപ്ലീറ്റ് ആയിട്ടില്ലെന്ന് കാണിക്കാനാണ് നമ്മൾ he has not made a good recovery എന്ന് പറയുന്നത്. ഇനി പേഷ്യന്റ് പെർഫെക്റ്റ്ലി ഓൾ റൈറ്റ് ആണ്. പെർഫെക്റ്റ്ലി there is no problem. ഒരു മെഡിസിനും കണ്ടിന്യൂ ചെയ്യുന്നില്ല. In such a situation we can use the word his condition is good. If the recovery is on the process,
you can use he has not made a good recovery. Clear ആവുന്നുണ്ടോ നിങ്ങൾക്ക്? രണ്ട് ഡിഫറൻസ് മനസ്സിലായോ? യെസ്. ഇനി ശ്രദ്ധിക്കേണ്ടേ, ഡോക്ടേഴ്സ് നമ്മൾ ലെറ്റർ എഴുതുവാണ്. നമുക്ക് 2-3 വിസിറ്റുകളുണ്ട്. ഫോർ എക്സാമ്പിൾ, when the patient came to hospital last week, he complained of a week-long history of diarrhea. ലാസ്റ്റ് വീക്ക് വന്നപ്പോൾ ഡയറിയ ഉണ്ടായിരുന്നു. ഓക്കെ, ഇന്ന് പേഷ്യന്റ് വീണ്ടും ഹോസ്പിറ്റലിൽ വന്നു. ഇന്ന് വന്നപ്പോൾ പേഷ്യന്റെ കംപ്ലൈന്റ് എന്താ? ഇന്നലെ വന്നപ്പോൾ ഡയറിയ ആയിരുന്നു, ഇന്ന് വന്നപ്പോൾ അത് ബ്ലഡി ഡയറിയും ഫീവറുമായി മോശമായി എന്ന കേസ് നോട്ടി പറയുന്നത്. അതെങ്ങനെയാണ് നമ്മൾ എഴുതേണ്ടത്? എനി ഐഡിയ? നമ്മൾ ഇന്നലത്തെ കണ്ടീഷൻ, ഏത് സിറ്റുവേഷൻ ആയിക്കോട്ടെ, ഇന്നലെ ഒരു കണ്ടീഷൻ ഉണ്ടായിരുന്നു, അതിന്ന് മോശമായി എന്നാണ് പറയേണ്ടതെങ്കിൽ നമ്മൾ ഉപയോഗിക്കുന്നത് എങ്ങനെയാണ്? His condition, can you see the screen, all of you? Yes, His condition has worsened, WRSCNED, worsened with എങ്ങനെയാണ്? bloody diarrhea. Let me use bloody diarrhea and fever. ഇങ്ങനെയാണ് എഴുതുന്നത്. His condition has worsened with bloody diarrhea and fever. ക്ലിയർ ആകുന്നുണ്ടോ? നമ്മൾ എപ്പോഴാണ് ഉപയോഗിക്കുന്നത്? ഇന്നലെ പേഷ്യന്റ് ഒരു കണ്ടീഷൻ ഉണ്ടായിരുന്നു, അത് കഴിഞ്ഞ് വീണ്ടും പേഷ്യന്റ് ഇന്നലെ ഡയറിയ ആയിരുന്നു, അല്ലെങ്കിൽ ഇന്നലെ ഹെഡേക്ക് ആയിരുന്നു, ഇന്നത് സിവിയർ ഫ്രണ്ടൽ ഹെഡേക്ക് ആയി. അപ്പൊ നമ്മൾ ഇത് എങ്ങനെ എഴുതേണ്ടത് പറയാവോ? ഇന്നലെ ഹെഡേക്ക് ആയിരുന്നു, ഹെഡേക്ക്. വെരി ഗുഡ്. ഇന്നലെ പേഷ്യന്റിന് ജോയിന്റ് പെയിൻ ഉണ്ടായിരുന്നു, ഇപ്പൊ അത് സിവിയർ ജോയിന്റ് പെയിൻ, സ്റ്റിഫ്നെസ് ഓഫ് ജോയിന്റ്സ് ഒക്കെ ആയി. എങ്ങനെയാണ് നമ്മൾ പറയേണ്ടത്? Today, his condition has worsened with the severe joint pain and stiffness. ഓക്കെ. ഇനി തിരിച്ചു വന്നേ. പേഷ്യന്റ് 3 വിസിറ്റ് ആണ് ഹോസ്പിറ്റലിൽ പറയുന്നത്. ഫസ്റ്റ് വിസിറ്റ്, സെക്കൻഡ് വിസിറ്റ് ലാസ്റ്റ് വീക്ക്, അത് കഴിഞ്ഞ് ഇന്ന് വീണ്ടും വന്നു. അപ്പൊ സെക്കൻഡ് വിസിറ്റ് വന്നപ്പോൾ പേഷ്യന്റെ കണ്ടീഷൻ ഇംപ്രൂവ് ആയില്ല, പേഷ്യന്റ് ബ്ലഡ് വിഷൻ ഉണ്ടായിരുന്നു. ഫസ്റ്റ് വിസിറ്റിൽ വന്നപ്പോൾ നമ്മൾ എന്താണ് കണ്ടത്? ബയലാറ്ററൽ വൈറൽ കൺജക്റ്റിവിറ്റീസ് ഡയഗ്നോസ് ചെയ്തു, നമ്മൾ ക്ലോറാഫെനിക്കോൾ കൊടുത്തു. അത് 1 മാസം കഴിഞ്ഞപ്പോൾ സെക്കൻഡ് വിസിറ്റ് നടത്തിയപ്പോൾ പേഷ്യന്റെ കണ്ടീഷൻ ഇംപ്രൂവ് ആയില്ല, ബ്ലഡ് വിഷൻ ഉണ്ടായിരുന്നു. അപ്പൊ നമ്മൾ എങ്ങനെ എഴുതണം? അത് പാസ്റ്റ് പെർഫെക്റ്റിൽ എഴുതണം, മുമ്പത്തെ കാര്യമാണ്. മനസ്സിലായോ? അപ്പൊ നമ്മൾ എഴുതേണ്ടത് ഹിസ് കണ്ടീഷൻ ഹാസ് ആണോ ഹാഡ് ആണോ? ഹാഡ്. ഹിസ് കണ്ടീഷൻ ഹാഡ് വേഴ്സൺഡ് വിത്ത് ബ്ലഡ് വിഷൻ. ക്ലിയർ ആകുന്നുണ്ടോ? മനസ്സിലാവുന്നുണ്ടോ നിങ്ങൾക്ക്? ഹലോ, അങ്ങനെയാണ് നമ്മൾ എഴുതേണ്ടത്. ഇത്രയും കാര്യം ക്ലിയർ ആയോ നിങ്ങൾക്ക്? Let me recap once again. നമ്മൾ ഇന്ന് പഠിക്കുന്നത് എങ്ങനെയാണ് റിക്കവറി അല്ലെങ്കിൽ പ്രോഗ്രസ് എഴുതേണ്ടതെന്നാണ്. Very often in almost every letter we have to mention whether the patient's condition has improved or not improved. അതെങ്ങനെ എഴുതണം, മെൻഷൻ ചെയ്യണം എന്നാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. അത് കേസ് നോട്ട് കൃത്യമായിട്ട് തന്നിട്ടുണ്ട്. അപ്പൊ കേസ് നോട്ടിൽ എന്താണോ തന്നിരിക്കുന്നത് അതേ നിങ്ങൾ എഴുതാവുള്ളൂ. അതെപ്പോഴും മനസ്സിൽ വെക്കുക. ഓക്കെ, നമ്മൾ ഇനി എഴുതുന്നത് എങ്ങനെയാണ്? ഈ പ്രസന്റ്, ഇന്നത്തെ കാര്യം, ഇന്നത്തെ അല്ലെങ്കിൽ കറണ്ട് ആയിട്ടുള്ള കണ്ടീഷനാണ് നമ്മൾ എഴുതുന്നതെങ്കിൽ അത് പ്രസന്റ് പെർഫെക്റ്റ് ടെൻസിലാണ് നമ്മൾ എഴുതേണ്ടത്. പ്രസന്റ് പെർഫെക്റ്റ് ടെൻസിൽ നമ്മൾ എങ്ങനെ എഴുതേണ്ടത്? പല രീതിയിൽ എഴുതാം. കേസ് നോട്ട് തന്നിരിക്കുന്ന പോലെ ഹി ഹാസ് നോട്ട് മെയ്ഡ് എ ഗുഡ് റിക്കവറി, അല്ലെങ്കിൽ ഹി ഹാസ് നോട്ട് മെയ്ഡ് ഗുഡ് ഇംപ്രൂവ്മെന്റ്, ഹിസ് കണ്ടീഷൻ ഹാസ് നോട്ട് മെയ്ഡ് ഹിസ് കണ്ടീഷൻ ഹാസ് ഇംപ്രൂവ് ആയിട്ട് കണ്ടീഷൻ ഹാസ് മെയ്ഡ് എ സാറ്റിസ്ഫാക്ടറി റിക്കവറി. ഈ റിക്കവറിക്ക് പോലെ നിങ്ങൾക്ക് പ്രോഗ്രസ് എന്ന വാക്ക് ഉപയോഗിക്കാം കേട്ടോ. പ്രോഗ്രസ്, സാറ്റിസ്ഫാക്ടറി, പ്രോഗ്രസ്, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇംപ്രൂവ്മെന്റ് എന്ന വാക്കും ഉപയോഗിക്കാം. ഇംപ്രൂവ്മെന്റ്. ക്ലിയർ ആവുന്നുണ്ടോ? ഈ വാക്കുകളൊക്കെ ഉപയോഗിക്കാം. ഓക്കെ, നെക്സ്റ്റ്, ഹിസ് കണ്ടീഷൻ ഹാസ് മെയ്ഡ് എ ഗുഡ് പ്രോഗ്രസ്, അല്ലെങ്കിൽ ഹിസ് കണ്ടീഷൻ ഹാസ് മെയ്ഡ് ഇംപ്രൂവ്മെന്റ്, അങ്ങനെയൊക്കെ നമുക്ക് ഉപയോഗിക്കാം. മനസ്സിലാവുന്നുണ്ടോ ഞാൻ പറയുന്നത്? കണ്ടീഷൻ ഇംപ്രൂവ് ആയിട്ടില്ലെന്ന് നമ്മൾ കാണിക്കേണ്ടത്. പേഷ്യന്റ് കണ്ടീഷൻ ഇംപ്രൂവ് ആയിട്ടില്ല, കഴിഞ്ഞ ദിവസങ്ങളിൽ നിന്ന് നമ്മൾ മരുന്ന് കൊടുത്തുകൊണ്ടിരിക്കുന്നു, അതിൽ നിന്ന് ഇപ്പോൾ ഇംപ്രൂവ് ഒന്നും ആയിട്ടില്ല, ഇംപ്രൂവ്മെന്റ് ഒന്നും ഇല്ല എന്ന് പറയുന്നത് എങ്ങനെയാണ്? His condition has not made His condition has not made a satisfactory recovery, അല്ലെങ്കിൽ satisfactory progress, അല്ലെങ്കിൽ satisfactory improvement. അങ്ങനെയാണ് നമ്മൾ എഴുതേണ്ടത്. ഇത്രയും കാര്യം ക്ലിയർ ആയോ? ഇനി ഇതിന്റെ പാസ്റ്റ് മുമ്പത്തെ വിസിറ്റിലാണെങ്കിൽ നമ്മൾ എഴുതേണ്ടത് ഹിസ് കണ്ടീഷൻ ഹാഡ് നോട്ട് മെയ്ഡ് എ ഗുഡ് റിക്കവറി. ക്ലിയർ ആയോ? അത് കഴിഞ്ഞ് നമ്മൾ പഠിച്ചത് എന്താണ്? നമ്മൾ മുമ്പത്തെ വിസിറ്റിൽ ഉണ്ടായിരുന്ന കണ്ടീഷൻ ഇപ്പോഴത് മോശമായി എന്നാ പറയേണ്ടത്. അതെങ്ങനെയാണ് നമ്മൾ പറയുന്നത്?
His condition has worsened bloody diarrhea. bloody diarrhea. നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം. അത് ടുഡേ അല്ലെ കറന്റ്ലി പ്രസന്റ്ലി എന്ന് പറയുമ്പോഴേ ഉപയോഗിക്കാൻ പറ്റുള്ളൂ കേട്ടോ. പ്രത്യേകം ശ്രദ്ധിക്കണം. ഈ ഒരു സെന്റൻസ് ടുഡേ അല്ലെങ്കിൽ കറന്റ്ലി അല്ലെങ്കിൽ പ്രസന്റ്ലി. അപ്പൊ നിങ്ങളൊരു സംശയം നിങ്ങളുടെ മനസ്സിൽ വരും, ഇത് മൂന്നും ഒന്നാണോ എന്ന്. മൂന്നും ഒന്നാണോ? വാട്ട്സ് യുവർ ഐഡിയ ഇൻ യുവർ മൈൻഡ്? Can we use today for currently and presently? Can we use in OIT letter? No. You cannot use because it has a distinguished meaning. They're different. Currently, presently almost similar. But today cannot be always currently and presently. But currently can be today. And then difference I will explain you in another class. ഇത്രയും കാര്യം മനസ്സിലായോ? നിങ്ങൾക്ക് ക്ലിയർ ആണോ? ഇനി ഇത് മുമ്പത്തെ ഒരു വിസിറ്റിൽ സംഭവിച്ച കാര്യമാണ്. അപ്പൊ നമുക്ക് എങ്ങനെ എഴുതേണ്ടത്? അവന്റെ കണ്ടീഷൻ ബ്ലഡ് വിഷൻ ആയത് എങ്ങനെയാ പറയുന്നത്? ഹിസ് കണ്ടീഷൻ bloody diarrhea. ക്ലിയർ ആയ നിങ്ങൾക്ക്? അല്ലെ, had worsened with blood vision. മനസ്സിലായോ നിങ്ങൾക്ക്? മനസ്സിലായോ? Yes, okay. ഇനി നമ്മൾ ഇന്നലത്തെ ക്ലാസ്സിൽ ഒരു കണ്ടിന്യൂഷൻ ആണ്. ഇന്നലെ നമ്മൾ എന്താ പഠിച്ചത് ഓർമ്മയുണ്ടോ? ലൈവ് ക്ലാസ്സിൽ എന്തായിരുന്നു പഠിച്ചത്? ഡിസ്ചാർജ് അഡ്വൈസ് ആണ് അല്ലെ. ഡിസ്ചാർജ് അഡ്വൈസിൽ നമ്മൾ പറയുവാണ് ഹീസ് അഡ്വൈസ് ടു ടേക്ക് റെസ്റ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ ആരോടാണ് റെസ്റ്റ് എടുക്കാൻ പറഞ്ഞിരിക്കുന്നത്? പേഷ്യന്റിനോട് റെസ്റ്റ് എടുക്കാൻ പറഞ്ഞു അല്ലെ, അങ്ങനെയല്ലേ? അതിനല്ലേ അർത്ഥം? നമ്മൾ പേഷ്യന്റിനോട് റെസ്റ്റ് എടുക്കാൻ പറഞ്ഞു. അങ്ങനെയാണത്. ഇൻക്രീസ് ഫ്ലൂയിഡ് ഇൻടേക്ക് എന്നാണ് കേസ് നോട്ടിൽ തന്നിരിക്കുന്നത്. നമ്മൾ എങ്ങനെ എഴുതേണ്ടത് പറയാമോ? He is advised to increase fluid intake. He is suggested to take fluid intake എന്നാണ്. അതിന്റെ മലയാളത്തിന്റെ അർത്ഥം എന്താണ്? അവനോട് ഫ്ലൂയിഡ് ഇൻടേക്ക് ഇൻക്രീസ് ചെയ്യാൻ അഡ്വൈസ് അല്ലെ സജസ്റ്റ് ചെയ്തിട്ടുണ്ട്. അങ്ങനെയല്ലേ അതിനർത്ഥം? ആണോ അല്ലയോ? അതെ. പിന്നെ നിങ്ങൾ വരുന്ന ഒരു മിസ്റ്റേക്കിലേക്കാണ് ഞാൻ വരുന്നത്. ശ്രദ്ധിച്ച് കേൾക്കണം. ഹോസ്പിറ്റലില് ഇന്ന് പേഷ്യന്റിനോട് CAG ചെയ്യാൻ സജസ്റ്റ് ചെയ്തിട്ടുണ്ട്. CAG ചെയ്യാൻ എങ്ങനെയാ നമ്മളിത്? CAG ആണ് സജസ്റ്റ് ചെയ്തിരിക്കുന്നത്. CAG ആണ് സജസ്റ്റ് ചെയ്തിരിക്കുന്നത്. അപ്പൊ CAG ചെയ്യാൻ സജസ്റ്റ് ചെയ്തിട്ടുണ്ട്. നമ്മൾ മലയാളത്തിൽ പറയുന്നത് എങ്ങനെയാ? CAG ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്, ബ്ലഡ് ടെസ്റ്റ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്, MRI ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്, അങ്ങനെയല്ല പറയുന്നത്. അതെങ്ങനെയാണ് എഴുതേണ്ടത്? He is advised to do CAG. No. He is advised to do blood test. അങ്ങനെ പറ്റുമോ ഇല്ലയോ? ഇല്ല. അങ്ങനെ പറഞ്ഞാൽ എന്താണ്? He is advised to do blood test എന്ന് പറഞ്ഞാൽ he may go home, take a blade or take a syringe and നമ്മളൊക്കെ ചെയ്തില്ലേ, അതുപോലെ സ്വന്തമായിട്ട് അങ്ങനെ അവനോട് ബ്ലഡ് ടെസ്റ്റ്. അതല്ല, ദാറ്റ് ഇസ് റോങ് യൂസേജ് ഓഫ് ലാംഗ്വേജ്. CAG ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. രണ്ട് കാര്യം ശ്രദ്ധിക്കുക. കേസ് നോട്ട് നോക്കുക, ഏത് ഡേറ്റിലാണ് CAG പറഞ്ഞിരിക്കുന്നത്? ഇന്നത്തെ ഡേറ്റില. എന്നിട്ട് നിങ്ങൾ നോക്കണം CAG ചെയ്തോ ഇല്ലയോ. CAG ചെയ്തിട്ടില്ലെന്നാ പറയുന്നത്. ഇനിയാണ് CAG ചെയ്യാനുള്ളത്. അപ്പൊ നമ്മൾ അതിനെ പ്രസന്റ് പാസീവ് വോയിസ് എഴുതണം. അതെങ്ങനെ എഴുതുന്നത്? സിമ്പിൾ ആണ്. CAG is suggested. ഇതാണ് നമ്മൾ എഴുതേണ്ട വാക്ക്. CAG is suggested. അത്രേ ഉള്ളൂ. എന്ന് പറഞ്ഞാൽ CAG ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. നമുക്ക് എന്താ മനസ്സിലാകുന്നത്? ഈസ് എന്ന് പറഞ്ഞാൽ അത് ചെയ്തിട്ടില്ല, റെലവൻസ് ചെയ്തിട്ടില്ലെന്നാണ്. ഇതിൽ ശ്രദ്ധിച്ച് കേൾക്കണേ. നിങ്ങൾ ഇന്നലെ എന്നോട് 2-3 പ്രാവശ്യം ചോദിച്ചൊരു ചോദ്യം ഇതാണ്, വിളിച്ച് ചോദിച്ചൊരു ചോദ്യം ഇതാണ്, മെയിലും വന്നിരുന്നു. ഈ സജസ്റ്റഡ് എന്ന വാക്ക് പാസ്റ്റ് ടെൻസ് അല്ലേ? അപ്പൊ നമ്മൾ സജസ്റ്റ് ചെയ്തില്ലേ? സജസ്റ്റ് ചെയ്താൽ പിന്നെ അതിനെ പാസ്റ്റ് ടെൻസിൽ എഴുതണ്ടേ എന്നാണ് ചോദ്യം. നമുക്ക് അങ്ങനെ എഴുതാൻ പറ്റുമോ? സജസ്റ്റ് ചെയ്തോ എന്നാണ് നോക്കേണ്ടത്, CAG ചെയ്തോ എന്നാണോ നോക്കേണ്ടത്? അതാണ് പ്രാക്ടിക്കൽ വേ ഓഫ് തിങ്കിങ്. വി ഹാവ് ടു തിങ്ക് വെദർ ദ CAG ഈസ് done or not. CAG ചെയ്തോ ഇല്ലയോ എന്നാ. Again, there is a grammar error when you say it's a past tense. ഇത് പാസ്റ്റ് ടെൻസ് അല്ല, ഇത് പാസീവ് വോയിസില് ഹെൽപ്പിംഗ് വേർബ് പ്ലസ് തേർഡ് ഫോം ഓഫ് ദ വേർബ് ആണ് നമ്മൾ ഉപയോഗിക്കുന്നത്. പാസീവ് വോയിസില് ഹെൽപ്പിംഗ് വേർബ് പ്ലസ് തേർഡ് ഫോം ഓഫ് ദ വേർബ് അല്ലെങ്കിൽ പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഫോം ഓഫ് ദ വേർബ് ആണ്. അപ്പൊ ഇവിടെ സജസ്റ്റഡ് എന്ന വാക്ക് പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഫോം ആണ്. അതിന് വേർബ് അല്ല ടെൻസ് കൊടുക്കുന്നത് ഏതാണ്? അതിന് തൊട്ട് മുമ്പ് ഉപയോഗിക്കുന്ന ഹെൽപ്പിംഗ് വേർബ് ആണ് അതിന് മീനിങ് കൊടുക്കുന്നത്. അപ്പൊ നമ്മളിവിടെ ഈസ് എന്ന് ഉപയോഗിച്ചാൽ
അത് പ്രസന്റ് സിമ്പിൾ പ്രസന്റ് പാസീവ് വോയിസ് ആകും. അതിനർത്ഥം CAG ചെയ്തിട്ടില്ലെന്നാണ്. ഇനി ഇവിടെ നമ്മൾ വാസ് ഉപയോഗിച്ചാൽ അതിനർത്ഥം എന്താണ്? കഴിഞ്ഞുപോയി. CAG ചെയ്തു. ചെയ്തു. അത് സിമ്പിൾ പാസ്റ്റ് പാസീവ് വോയിസ് ആണ്. മനസ്സിലാകുന്നുണ്ടോ? സജസ്റ്റഡ് എന്ന വാക്കിനല്ല അർത്ഥം കൊടുക്കുന്നത്. അതിന് തൊട്ട് മുമ്പ് ഉപയോഗിക്കുന്ന ഹെൽപ്പിംഗ് വെർബാണ് ഇതിന് മീനിങ് കൊടുക്കുന്നത്. അപ്പൊ നമ്മൾ ഈ സജസ്റ്റഡ് എന്ന് പറഞ്ഞാൽ അത് പ്രസന്റ് ടെൻസും, വാസ് സജസ്റ്റഡ് എന്ന് പറഞ്ഞാൽ അത് പാസ്റ്റ് ടെൻസുമാണ്. മനസ്സിലാവുന്നുണ്ടോ? അപ്പൊ നിങ്ങൾ മനസ്സിലാക്കാൻ അതാണ് ഈസ് എന്നുള്ളത് പ്രസന്റ് ഹെൽപ്പിംഗ് വേർബും ഓക്സിലറി വേർബും, സജസ്റ്റഡ് എന്നത് അതിന്റെ മെയിൻ വേർബുമാണ്. അപ്പൊ ഇതിന് അർത്ഥം കൊടുക്കുന്ന ഈസ് എന്നുള്ള വാക്കാണ് അർത്ഥം കൊടുക്കുന്നത്. അതുപോലെ വാസ് സജസ്റ്റഡ് എന്ന് പറഞ്ഞാൽ ഈ വാസ് എന്നത് പാസ്റ്റ് ഹെൽപ്പിംഗ് വേർബും സജസ്റ്റഡ് എന്നത് തേർഡ് ഫോം ഓഫ് ദ വേർബുമാണ്, അല്ലെ മെയിൻ വേർബാണത്. ഹെൽപ്പിംഗ് വേർബ് വാസ് ഹെൽപ്പിംഗ് വേർബും എന്തിനാ ഹെൽപ്പ് ചെയ്യുന്നത്? ഹെൽപ്പിംഗ് വെർബ് എന്തിനാ ഹെൽപ്പ് ചെയ്യുന്നത്? അതിനെ ടെൻസിനെ കാണിക്കും. മനസ്സിലായോ? വാസ് എന്ന വാക്ക്, ഈ സജസ്റ്റഡ് എന്ന വാക്കിന് അർത്ഥം കൊടുക്കുന്നത് ഏത് ടെൻസ് ആണെന്ന് കൃത്യമായിട്ട് നമുക്ക് ഡിഫൈൻ ചെയ്യുന്നത് ഈ വാസ് എന്ന ഹെൽപ്പിംഗ് വെർബ്. ആൻഡ് അറ്റ് ദ സെയിം ടൈം ഇഫ് യു യൂസ് ദ വേർഡ് ഈസ്, ഇറ്റ് മീൻസ് ഇറ്റ് ഈസ് പ്രസന്റ്. അപ്പൊ നിങ്ങൾ ദയവ് ചെയ്ത് ശ്രദ്ധിക്കുക, ഈ സജസ്റ്റഡ്, അഡ്വൈസ്ഡ്, റെക്കമെൻഡഡ്, ഇൻസ്ട്രക്റ്റഡ്, അഡ്വൈസ്ഡ്, എഡ്യൂക്കേറ്റഡ് എന്നൊക്കെ ഉപയോഗിക്കുമ്പോൾ ആ വാക്കിനല്ല അർത്ഥം. അതിന് മുമ്പ് തൊട്ട് മുമ്പ് നമ്മൾ ഉപയോഗിക്കുന്ന ഹെൽപ്പിംഗ് വേർബ് ഏത് ടെൻസിലാണെന്ന് നോക്കേണ്ടത്. ഹെൽപ്പിംഗ് വേർബ് പ്രസന്റ് ടെൻസ് ആണെങ്കിൽ അത് പ്രസന്റ് പാസീവ് വോയിസ്, അതിനർത്ഥം CAG ചെയ്തിട്ടില്ല എന്നും. പാസ്റ്റ് പാസീവ് വോയിസില പാസ്റ്റ് ഹെൽപ്പിംഗ് വെർബ് ആണ് യൂസ് ചെയ്യുന്നതെങ്കിൽ അത് പാസ്റ്റ് പാസീവ് വോയിസ് ആണെന്നും അതിനർത്ഥം ആ CAG ചെയ്തു, അത് കഴിഞ്ഞു പോയി എന്നുമാണ് അർത്ഥം. ക്ലിയർ ആണോ നിങ്ങൾക്കിത്? ക്ലിയർ ആണോ എല്ലാവർക്കും? വെരി ഗുഡ്, വെരി. ഇത് മനസ്സിൽ പ്രത്യേകം വെക്കുക. ഇനി നമ്മൾ ഹീസ് അഡ്വൈസ് ടു ടേക്ക് റെസ്റ്റും CAG സജസ്റ്റഡും, ഇത് രണ്ടും തമ്മിലുള്ള വ്യത്യാസം നിങ്ങൾക്ക് മനസ്സിലായോ? പറഞ്ഞാൽ പേഷ്യന്റിനോട് സ്വന്തമായിട്ട് റെസ്റ്റ് എടുക്കാൻ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. അത് പേഷ്യന്റ് സ്വന്തം ചെയ്യുന്ന കാര്യമാണ്. മനസ്സിലാകുന്നുണ്ടോ? അഗൈൻ CAG ആണ് സജസ്റ്റ് ചെയ്തിരിക്കുന്നത്. അത് പേഷ്യന്റ് ആണോ ചെയ്യുന്നത്? കാർഡിയോളജിസ്റ്റ് അല്ലേ, എക്സ്പെർട്ട് ആണ് ചെയ്യുന്നത് അല്ലേ? അപ്പൊ അത് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. മലയാളത്തിൽ തന്നെ നമ്മൾ അങ്ങനെയല്ലേ പറയുന്നത്? അങ്ങനെയല്ലേ പറയും, വ്യത്യാസമില്ല. അതേ വ്യത്യാസം ഇംഗ്ലീഷിലും ഉണ്ട്. അപ്പൊ നമ്മൾ CAG ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട് എന്ന് പറയുന്നത് CAG കഴിഞ്ഞിട്ടില്ലെങ്കിൽ സജസ്റ്റഡ്, CAG ചെയ്ത് കഴിഞ്ഞാൽ വാസ് സജസ്റ്റഡ് എന്നാണ് പറയേണ്ടത്. ക്ലിയർ ആവുന്നുണ്ടോ? ക്ലിയർ ആണോ? അഗെയിൻ നമ്മൾ കൊളോണോസ്കോപ്പി ചെയ്യാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ എങ്ങനെ പറയുന്നത്? പറഞ്ഞേ. കൊളോണോസ്കോപ്പി ഈസ് അഡ്വൈസ്ഡ്. യെസ്, വെരി ഗുഡ്. അങ്ങനെയാണ് MRI ചെയ്യാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ എങ്ങനെയാ പറയേണ്ടത്? ഫംഗ്ഷൻ ടെസ്റ്റ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. സജസ്റ്റഡ് അത് കഴിഞ്ഞു പോയി, ചെയ്തതാണ്. കഴിഞ്ഞ വിസിറ്റ് വന്നപ്പോൾ പറഞ്ഞു നമ്മളത് ചെയ്തു, പേഷ്യന്റ് ചെയ്തു. എന്നിട്ട് ഇന്ന് വീണ്ടും വിസിറ്റ് വന്നത്. അപ്പൊ ചെയ്തു എന്ന് പറയുന്നത് എങ്ങനെയാ? ടെസ്റ്റ് ചെയ്തു. ബുളിയനെക്ടമി ചെയ്യാൻ സജസ്റ്റ് ചെയ്തിട്ടുണ്ട്. കഴിഞ്ഞു പോയതാണ് നമ്മൾ ബ്ലഡ് ടെസ്റ്റ് നമ്മൾ പറഞ്ഞു അല്ലെ. ഇനി CT സ്കാൻ എടുക്കാൻ പറഞ്ഞിട്ടുണ്ട്. എങ്ങനെ എഴുതുന്നത്? CT സ്കാൻ ഈസ് സജസ്റ്റഡ് എന്നാണ് നമ്മൾ എഴുതേണ്ടത്. Subscribe to our channel.